ഹായ് ഗെയ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കോഴികളെ വളർത്തുന്നവർ മെയിനായിട്ടും നേരിടുന്ന ഒരു പ്രശ്നമാണ് കോഴികൾക്കുണ്ടാകുന്ന കണ്ണുവീക്കം. നമ്മൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് കോഴികളെ നഷ്ടമാകും. വേറൊന്നുമല്ല, ഒരു കണ്ണ് അല്ലെങ്കിൽ രണ്ട് കണ്ണും അടഞ്ഞിട്ടുണ്ടാവും, കണ്ണിൻ്റെ അവിടെ നീര് കൊണ്ടിട്ട് വിയർത്തിട്ടുണ്ടാവും. അതെന്ത് ചെയ്യും? ഇൻഫെക്ഷനായിട്ട് ആ കോഴി ചത്തുപോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ചില പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഈ കണ്ണുവീക്കം മാറ്റാനായിട്ട് കഴിയും. നമുക്ക് അതെന്താണെന്ന് നോക്കാം. കണ്ടോ, ഈ കോഴിക്കുഞ്ഞിന് ഒരു കണ്ണിന് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ഒരു വശത്തെ കണ്ണ് അടഞ്ഞ് നീര് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ തുടക്കത്തിൽ തന്നെ ഇതിന് മരുന്ന് ചെയ്താൽ നമുക്കിത് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിന് നമ്മൾ നാടൻ മരുന്നാണ് ചെയ്യുന്നത്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. കാരണം കോഴി വളർത്തുന്ന ഓരോരുത്തരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കണ്ണുവീക്കം എന്നുള്ളത്. അപ്പം ഈ ഒരു മരുന്ന് ഉപയോഗിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് 2-3 ദിവസം കൊണ്ട് തന്നെ ഈ ഒരു അസുഖത്തെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ഇതുണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എൻ്റെ കോഴിക്കുഞ്ഞിൻ്റെ ഒരു കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. ഇതുണ്ടോ, നമ്മൾ തുടക്കം തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് കോഴിക്കുഞ്ഞിന് ഇത് ഇൻഫെക്ഷനായിട്ട് നഷ്ടമാവും. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എപ്പോഴും ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കുറേ കോഴിക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധയിൽ പെടത്തില്ല. ചിലപ്പോൾ ഒരു കണ്ണിനായിരിക്കും പ്രശ്നം, ഒരു കണ്ണിന് പ്രശ്നം ഉണ്ടാവില്ല. ചില കോഴികൾക്ക് 2 കണ്ണിനെയും ഈ രോഗം ബാധിക്കാം. അപ്പം നമ്മൾ തുടക്കം തന്നെ നല്ല രീതിയിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഇവരെ റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. ഓക്കെ, നമുക്കിനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, 2 തണ്ട് മുരിങ്ങയില എടുക്കണം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തുള്ളിമരുന്നാണ്. അത് കോഴിയുടെ കണ്ണിൽ 2 തുള്ളി ഇറ്റിട്ട് കൊടുത്താൽ മതി. അതൊരു 3 നേരം നമുക്ക് ഒരു ദിവസം ചെയ്തു കൊടുത്താൽ നമുക്കത് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ഈ അസുഖം പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. നമുക്ക് ആദ്യം തന്നെ മുരിങ്ങയില എടുക്കാം. ഇതാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മുരിങ്ങ മരമാണ്. നമുക്ക് ഇതിൽ നിന്ന് 2 തണ്ട് നമുക്ക് എടുത്താൽ മതി. ഓക്കെ, ഇതാണോ, ഞാൻ 2 തണ്ടല്ല 3 തണ്ട് എടുത്തിട്ടുണ്ട്. ചെറിയ തണ്ടായ കൊണ്ടിട്ട് ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് മതി നമുക്ക്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ മുരിങ്ങയില എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഇടിച്ച് പിഴിഞ്ഞ് എന്ത് ചെയ്യുക, അതിൻ്റെ നീരെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മുരിങ്ങയില ഞാൻ തിരിഞ്ഞ് ഒരു ഇടികല്ലിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി നല്ല രീതിയിൽ ചതച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 3 തണ്ട് മുരിങ്ങ ചതച്ച് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുള്ള നീരാണ്. ഇത് മതി നമുക്ക് ഈ ഒരു 1-2 കോഴിക്ക് കൊടുക്കാനായിട്ട്. ഈ 2 തുള്ളി 3 തുള്ളി ഇറ്റിച്ച് മതി, കൊടുത്താൽ മതി. അപ്പോൾ അതിനാദ്യം നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അത് ഇത്രയും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഞാനപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിക്കുഞ്ഞിൻ്റെ കണ്ണിൽ ഇറ്റിച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞിൻ്റെ കണ്ണിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ തുള്ളിമരുന്ന് ഇറ്റിച്ച് കൊടുക്കണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ നീരുള്ള കണ്ണില്ലേ, നീർ വീക്കം വന്നിട്ടുള്ള ആ കണ്ണിൽ നമ്മൾ ഒരു തുള്ളി ഇറ്റിച്ച് കൊടുക്കുക. കണ്ണ് തുറന്നിട്ട് നല്ലോണം ഇട്ട് കൊടുക്കണേ. ഓക്കെ, അതുപോലെ ഇപ്പുറത്തെ കണ്ണിലും ഒരു തുള്ളി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 2-3 ദിവസം കൊണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കോഴിയുടെ ഈ ഒരു കണ്ണ് വീക്കം നമുക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയും.